കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. നഗരപരിസരങ്ങളിലെ ദ്രവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് മട്ടന്നൂർ നഗരസഭ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചു. വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ സെപ്റ്റേജ് ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി 1.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 92.13 കോടി രൂപ വരവും 79.38 കോടി രൂപ ചെലവും 12.74 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ ഒ പ്രീത അവതരിപ്പിച്ചത്. നഗരത്തിലെ മലിനജലം സംസ്കരിക്കുന്നതിന് 3 കോടി രൂപയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ഭവന നിർമ്മാണ പദ്ധതിക്കായി 1 കോടി രൂപയും ഭവന പുനരുദ്ധാരണത്തിന് 20 ലക്ഷം രൂപയും വകയിരുത്തി. ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 25 പേർക്ക് കൂടി വീട് നിർമ്മിച്ചു നൽകും. 507 പേർക്കാണ് ഇതുവരെ വീട് നൽകിയത്. ഹെൽത്തി മട്ടന്നൂർ പദ്ധതി പ്രകാരം എല്ലാവർക്കും വ്യായാമത്തിന് 10 കേന്ദ്രങ്ങളിൽ ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കും. ഇതിന് 25 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് 10 ലക്ഷം രൂപയും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് 22 ലക്ഷം രൂപയും നീക്കിവെച്ചു. പാലിയേറ്റീവ് വോളണ്ടിയർമാർക്ക് പരിശീലനത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായി 5 ലക്ഷം രൂപയും വകയിരുത്തി. വിവരാധിഷ്ഠിത നഗരഭരണത്തിനുള്ള സിറ്റി ലെവൽ അർബൻ ഒബ്സർവേറ്ററി പദ്ധതിക്ക് 10 ലക്ഷം രൂപയും 6 വയസ്സുള്ള കുട്ടികളുടെ ശൈശവ വികസന പദ്ധതിക്ക് 5 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് 1 കോടി 50 ലക്ഷം രൂപയും നവീകരണ പ്രവൃത്തികൾക്ക് 5 കോടി 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. തെരുവ് വിളക്കുകൾ, സോളാർ പാനൽ എന്നിവ സ്ഥാപിക്കാൻ 40 ലക്ഷം ബജറ്റിൽ വകയിരുത്തി. നഗരത്തിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഹാപ്പി സൺഡേ പദ്ധതിക്ക് 5 ലക്ഷം രൂപയും വകയിരുത്തി. ഇതോടൊപ്പം ജീർണാവസ്ഥയിലായ വീടുകളുടെ പുനരുദ്ധാരണത്തിനും പദ്ധതി ഏറ്റെടുത്ത് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 150 പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതിയുടെയും ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെയും ഭാഗമായി സുരക്ഷിത ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് സുരക്ഷ ഭവന നിർമ്മാണ പദ്ധതിയിൽ 1 കോടി രൂപയും ഭവന പുനരുദ്ധാരണത്തിനായി 20 ലക്ഷം രൂപയും ഈ പദ്ധതി പങ്കെടുക്കുന്നു. ജലസംരക്ഷണത്തിനും ജലസ്രോതസ്സുകൾ സമ്പുഷ്ടമാക്കുന്നതിനും 3.5 കോടി രൂപയുടെ ജലസമൃദ്ധി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ പ്രസംഗിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ 6 ലക്ഷം, ഹാപ്പിനെസ് ഫെസ്റ്റിന് 5 ലക്ഷം, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുക്കാൻ 3 ലക്ഷം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾക്ക് 42.5 ലക്ഷം, സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് കളിസ്ഥലം നിർമ്മിക്കാൻ 5 ലക്ഷം, പഴശ്ശി ഗവൺമെന്റ് LP സ്കൂളിൽ കളിസ്ഥലത്തിനും AI ക്ലാസ് മുറിക്കും 15 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.